അപ്പൊ നിനക്ക് ആ കണ്ണാട എടുത്ത് വെച്ചൂടെ? ഓ പിന്നെ നിങ്ങൾ നോക്കണതാ അപ്പൊ. ഞാൻ അതൊരു പ്രാക്ടീസിനാ. ഇതിങ്ങനെ ചെയ്താലേ കണ്ണ് കറക്റ്റ് ആവും. ഇത് കണ്ണാട വെച്ചാൽ നമുക്ക് ഓ ശീലാവും. എന്ത് പറഞ്ഞാലും വിട്ടുതരില്ല. ഞാൻ സ്ക്രോൾ ചെയ്തേ. ആ അറിയില്ല പോയി. ചേച്ചി ആരാ സൈനുവാ? ഞാനേ 2-3 ദിവസം ഇങ്ങോട്ട് വരണം വിചാരിക്കണേ. വിചാരിച്ച അങ്ങോട്ട് എത്തൂലല്ലോ, വരണം. ആരല്ലേ ഇങ്ങോട്ട് എത്തുള്ളൂ. ഭയങ്കര ചൂട്. എന്താ വൈകുന്നേരത്ത്? വൈകുന്നേരം ഒന്നും പറയണ്ട, 1-2 കാര്യങ്ങളൊക്കെ പോയി നോക്കേണ്ടിണ്ടായിരുന്നു. അല്ലടോ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇതിനല്ലേ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നേ. കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. ഞങ്ങളെ മോൾക്ക് പറ്റിയ കാര്യമാണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. കുറെ ചെക്കന്മാരുടെ ഫോട്ടോ അങ്ങനെ കണ്ടിട്ട് എന്താ കാര്യം? നിങ്ങളെ ഡിമാൻഡാണ് പ്രശ്നേ. ഡിമാൻഡ് ഇല്ലാണ്ടിരിക്കോ? ചെക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുണ്ടായിക്കോട്ടെ. ഇതന്നെ ഫോട്ടോ ഇഷ്ടം പോലെ ഫോട്ടോ അല്ലേ. ഫോട്ടോ ഒക്കെ നോക്കി ചെക്കന്മാരാ. ഡോക്ടർ ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്, കമ്പൗണ്ടർ ഉണ്ട്, പിന്നെ വൈദ്യരുണ്ട്. മറ്റേതിനെന്താണ്ട് പറയില്ലേ, ഈ കമ്പ്യൂട്ടറുമ്പോ കളിക്കണേന്, ഈ കമ്പ്യൂട്ടറുമ്പോ കളിക്കണേന് വേറെ എന്താണ്ട് പറയുന്നേ, സോഫ്റ്റ്വെയർ. അങ്ങനെ എന്താണ്. അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടായില്ല, ചെക്കന്മാരൊക്കെ ഉണ്ട്. മൊബൈലിന്റെ ഉള്ളിൽ കുറച്ച് ഈ ചെക്കന് എന്താ പരിപാടി? ഈ ചെക്കൻ എന്താ വില അല്ല പരിപാടി? ഇത് അത് നമ്മളെ ഭാസ്കരേട്ടന്റെ മോനാ. എവിടെ നല്ല ചെക്കനാ മോന്. റാസൽ കൈമ. ജാതി എന്ന് പറഞ്ഞപ്പോ ഒക്കെ ഒരു ജാതി അല്ലേ? ജാതിയാവാൻ പറ്റില്ല. അത് പറ്റില്ല. ഞങ്ങളെ കൂട്ടക്കാരെ എന്നെ കിട്ടണം. മേനോൻ. ഇത് നമുക്ക് മേനോൻ തന്നെ. ചെക്ക റാസൽ കൈമല. പിന്നെ മറ്റേ ഈ പെട്രോൾ എടുക്കണ ഇതില്ലേ, പൈപ്പ്, റിഗ്, അതിന്റെ ഉള്ളിലാ പണി. നല്ല ചെക്കനാ. ഗൾഫുകാർക്ക് കൊടുക്കണില്ല. 6 ഇവിടുന്ന്. അത് ഇവർക്ക് വരുമ്പോ 6 പോയി. അത് വേണ്ട. ഗൾഫിലത്തെ പൈസ അല്ലേ? അത് പറ്റില്ല. ഗൾഫൊക്കെ എപ്പ വേണമെങ്കിലും നിൽക്കും. അതൊക്കെ എപ്പോഴാ നിക്കുക എന്നുള്ള അറിയില്ല. എവിടെയെങ്കിലും ഒരു യുദ്ധം പൊട്ടിയാ മതി. പെട്രോളും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉണ്ട്. പിന്നെ കണ്ണൂരിന്ന് ഒരു കേസ് ഉണ്ട്. ഈ അന്ന് ഫോണിൽ കാണിച്ചു തന്നിരുന്നു. അതിലില്ലേ? അതിലുണ്ടെങ്കിൽ കാണിക്കും. ഫോണിലത്തെ കണ്ണൂര് വേണ്ട, അവിടെ കണ്ണൂര് വേണ്ടേ? ഒന്ന് അകലം കൂടുതലല്ലേ കണ്ണൂരാകുമ്പോഴേ. ഞങ്ങൾക്ക് ഇവിടുന്ന് മലപ്പുറത്തേക്ക് അങ്ങോട്ട് പോവാൻ വയ്യ. എന്തിപ്പോ ചെക്ക തന്നെ ഒരു ഇന്നസെന്റ് പോലത്തെ ചെക്കുണ്ട്. ഇന്നസെന്റാ? അതാ. ഓക്കെ, ഏകദേശം നല്ല തമാശക്കാരനും. സ്വഭാവത്തിലും ഇന്നസെന്റ് തന്നെയാണ്, രൂപത്തിലും ഇന്നസെന്റ്. മോൾക്ക് പറ്റുമോ? വേണ്ട, ഇത് വേണ്ട. അതിന്റെ അതെ, മൂന്നാമത് എടുക്കണത് ഏതാ? മൂന്നാമത് എടുക്കണത് ഇത് നമ്മളെ ഭാസ്കരൻ മേനോന്റെ മോന്. ഭാസ്കരൻ മേനോന്റെ മോനാ. നല്ല ചെക്കനാ. എന്താ ഇവിടെ ചൂട് ചേച്ചി? അല്ല, അതിപ്പോ അമ്മായിയപ്പനും അമ്മായിയമ്മയൊക്കെ ഉണ്ടോ? ഉണ്ട്. അമ്മായിയപ്പനുണ്ട്, അമ്മായിയമ്മ ഉണ്ട്, നാത്തൂമാര് 2 ആളുണ്ട്. അത് പറ്റില്ല. ഇപ്പൊ വയസ്സായപ്പോഴേ അവർക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടാവും. അപ്പൊ ചപ്പാത്തി നല്ല അമ്മായിയമ്മയും അമ്മായിയപ്പനും നല്ല. ഞങ്ങൾക്ക് അതിന് വിരോധമില്ല. പഴയ തറവാട്ടേരാ. കേട്ടിട്ടില്ലേ? മേമന ഇല്ല, മാമന നമ്പൂതിരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അടവൊന്നും കണ്ടെടുക്കണ്ട. നല്ല കേസ് വല്ലതും ഉണ്ടെങ്കിൽ പറയും. മോളിപ്പോ എവിടെയാണ്? ഈ ചെക്കന്മാരെ ആൾക്കാർ ചോദിക്കുമ്പോഴേ BDS എന്ന് പറഞ്ഞാല് അത് പല്ല് ഡോക്ടർ. പല്ല് അത് നല്ലതാ. പിന്നെ എവിടെ മറ്റേ ഇവിടെ അല്ലേ, ബാംഗ്ലൂര്. അതെ. ഞാൻ അതിന് പറഞ്ഞില്ലേ. അപ്പൊ നല്ല കേസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡുകളേ ഉള്ളൂ. അധികം ഒന്നും വേണ്ട. ഒരു 2 നില വീട്. 2 നില വീട്. അതൊക്കെ ഇന്നത്തെ കാലത്ത് വലിയൊരു ഡിമാൻഡ്. ഉണ്ടാക്കാം കുഴപ്പമില്ല. അത് പിന്നെ എപ്പോഴും വന്നിട്ടേ വലിയ. അതെ, ഇനി പനി ഉണ്ടായാലും ഞങ്ങൾക്കത് കുഴപ്പമില്ല. അല്ല, ഈ അച്ഛനും അമ്മയും ഇല്ലാണ്ട് ഇപ്പൊ മക്കള് അങ്ങനെ. അത് ഉണ്ടായതവിടെ ഉണ്ടായി കഴിഞ്ഞല്ലോ. വയസ്സായിട്ട് അത് മാക്സിമം ഇല്ലാതെ നോക്കുക. അച്ഛനും അമ്മയും പാടില്ല, പെങ്ങന്മാര് പാടില്ല. പ്രശ്നമാണല്ലോ പെങ്ങന്മാരുണ്ടെങ്കിലേ. അപ്പൊ അത് കുട്ടിക്ക് താല്പര്യമില്ല. പിന്നെ കുട്ടീനെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ആളാച്ച നന്നായി. പക്ഷെ അത് ഈ പിന്നെ
സർക്കാർ ജോലി അല്ലേ? UAE പിന്നെ സൗദി ഒന്നും പറ്റില്ല. നമ്മളെ US എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് നാടാ കുട്ടി അതാ പഠിക്കുന്നത്. ഓസ്ട്രേലിയയിലോ അങ്ങനെ സൗത്ത് കൊറിയ കുട്ടി പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്താ ഗവൺമെന്റ് ജോലി വേണോ? അല്ല ഗവൺമെന്റ് ജോലി അതിലിപ്പോ എന്താ കിട്ടും? ഗവൺമെന്റ് ജോലി അതിലൊന്നും ഒരു കാര്യമില്ല. വിദേശത്ത് എന്തെങ്കിലും നല്ല ജോലി അത് പിന്നെ പിന്നെ ഇവിടെ USA-ലോ എന്താ കൊടുക്കാന്ന് വെച്ചപ്പോ എന്തൊക്കെ നമ്മള് പറയപ്പോ നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് എന്താ 20 പവൻ കൊടുത്താൽ തന്നെ കൂടുതലായില്ലേ? 21 പവൻ, 1 പവൻ ചെക്കനും കൊടുക്കും. അതെന്തിനാ? അല്ല മറ്റേത് പിന്നെ അതെ സ്ത്രീധനം ചോദിക്കാനും പാടില്ല. പിന്നെ ഇപ്പൊ ഞങ്ങൾക്കുള്ളതൊക്കെ അവൾക്കുള്ള തന്നെയാണല്ലോ. നിങ്ങളത് മക്കൾ എത്രയായിരുന്നു? 2 ആളെ 3 ആളെ? ഒറ്റ ആളുള്ളൂ അല്ലേ? പെണ്ണുമായിട്ട് ഒന്ന് തന്നെ. നമുക്ക് വേറൊരു കേസ് ഉണ്ട്. ചെക്കനെ ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റിയൊരു കേസ് ഉണ്ട്. അത് വേണ്ട. ചെക്കൻ എന്തിനാ പെണ്ണിന്റെ വീട്ടിൽ താമസാക്കുന്നത്? പിന്നെ അമ്മായിമ്മടി നാത്തൂന്റെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അല്ല അത് വേണ്ട. നമ്മളെ അറുമുഖേട്ടന്റെ KSRTC ഡ്രൈവർ പയ്യനുണ്ട്, നല്ല പയ്യനാ. അതാകുമ്പോ ഇവിടെ നിന്നോളൂ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ പറയണത് വല്ല US-ലോ UK-ലോ എവിടെയെങ്കിലും ജോലി ചെയ്യണ ഒരു പയ്യൻ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. അത്രേ പറ്റുള്ളൂ. വലിയ അല്ലെങ്കിൽ പിന്നെ നമ്മളെ നാട്ടില് വല്ല IAS-ഓ IPS-ഓ അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒക്കെ പരിപാടികളുള്ള ആളാണെങ്കിൽ തിരക്കില്ല. കേസുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആയിക്കോട്ടെ. ഞാനേ കാര്യം കൊടുത്താലേ പൈസ തരുള്ളൂ. കളി രാവിലെ മുതൽ ഓട്ടം ചെയ്തതിന്റെ പിന്നാലെ കിടന്ന് ഓടിയായിരുന്നേ. അപ്പൊ 1-2 കാര്യങ്ങളൊക്കെ പോയൊക്കെ നമ്മളെ മോൾക്കോടിയിട്ട് പോയൊക്കെ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ല. അങ്ങനെ ഒരു ആത്മാർത്ഥത പുറത്ത് അങ്ങനെ ഇവിടെ ഉണ്ടാക്കാലോ. അല്ല അതൊക്കെ നമ്മള് ഇതേ നീ ആദ്യം ചെയ്യേണ്ടത് ഞങ്ങളുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് ഒരു കേസ് കൊണ്ടുവന്ന് തരിക. അത് നല്ല കാര്യമായിരിക്കും. നീ തരികിട ആയിട്ട് ഇങ്ങോട്ട് വരരുത്. എന്തായാലും ചായ കുടിച്ചിട്ട് പോവാ വേണമെങ്കിൽ. പിന്നെ ഇപ്പൊ പൈസയൊന്നും തരില്ല. ഈ നല്ല കേസ് രാവിലെ ഞാൻ പോയി നോക്കിട്ട് പിന്നെ ഇപ്പൊ എന്താ വെച്ചാലേ നല്ല ഞങ്ങളുടെ ഈ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള കേസ് മതി. അത് മതി. അല്ല നിങ്ങളെ ഡിമാൻഡ് എന്ന് പറയുമ്പോ ഇപ്പൊ അമ്മായിമ്മ പാടില്ല, അത് പറ്റില്ല. അമ്മാസം പാടില്ല, പറ്റില്ല. നാത്തുമാര് പാടില്ല. പിന്നെ എന്തൊക്കെ പാടാത്ത? പിന്നെ ഇവിടുത്തെ ചില്ലറ ജോലിക്കാരൊന്നും പറ്റില്ല. അമേരിക്കയില് അമേരിക്കയിലോ ഇംഗ്ലണ്ടോ സൗത്ത് കൊറിയ അങ്ങനെ എവിടെയെങ്കിലും ഇന്ത്യയാണെങ്കിൽ IPS-ഓ IAS-ഓ അങ്ങനെ എന്തെങ്കിലും. നമ്മളെ മോള് ലേശം ഒരു 20 അതെ അല്ലേ? എന്നാലും നല്ല സുന്ദരിയാണല്ലോ. നിങ്ങളിപ്പോ പറഞ്ഞ പോലത്തെ ഒരു ചെക്കനെ കിട്ടണമെങ്കിലേ നമ്മളാ കൊല്ലത്തുനിന്ന് വന്നിട്ട് ഒരു ടീം ഇവിടെ ഈ കിണർ പണിയും വാർപ്പണിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലത്തെ ഒരുത്തണ് നന്നായിട്ട് ഇവർ ഈ കൊക്കിനി ഇതിനൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായി ഒരാളെ പോലത്തെ ഉണ്ടാക്കിച്ചിട്ടേ അതിനെ കെട്ടിയെടുക്കും നല്ല കെട്ടിച്ചെടുക്കായിരിക്കും നല്ല. നിങ്ങൾ പറഞ്ഞ പോലത്തെ ഡിമാൻഡ് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ വല്ല യന്ത്ര മനുഷ്യന്മാരെ അല്ലെങ്കിൽ ഒരു AI പോലത്തെ ആൾക്കാരൊക്കെ ഈ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ ഇങ്ങനെ നാത്തൂല്ലാത്തോ വാപ്പല്ലാത്തോ ഉമ്മല്ലാത്തോ ഒക്കെ ഇപ്പൊ ഉണ്ടാവുമോ? അതെ, ഈ കൂടുതൽ വർത്താനം പറയാൻ നമുക്ക് പറ്റില്ല. അത് പറയും പോയിക്കോ. ഞങ്ങളെ കുട്ടീനെ വേറെ അല്ല മേന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയാം. നമുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളൊരു ഇനി കൂടുതൽ കാര്യം ഉണ്ടാക്കണ്ട. പിന്നെ ഞാൻ നാളെ ഒരു സ്ഥലത്ത് പോയി നോക്കണം. 1-2 കാര്യങ്ങളുണ്ട്, നമുക്ക് പറ്റിയൊരു കാര്യങ്ങളുണ്ട്. ഒരു 10-500 ഉറുപ്പിക ഒരു ചായക്കായി ഞാൻ ആ ബസ്സിന് ഒക്കെ പോണ്ടേ, അങ്ങനെ കൊണ്ട് പോണ്ടേ. 500 ഇല്ല വേണ്ട. അല്ലെങ്കിൽ തരികട ഒഴിവാക്കും. ഒന്ന് പറയുന്നു എപ്പോഴെങ്കിലും ഇങ്ങനെ കേറി വന്നിട്ട് ഇങ്ങനെ കുറച്ച് തരികട വർത്താനം പറയാൻ പൈസ നിങ്ങൾക്ക് പറ്റാണ്ടല്ലേ? അത് തന്നെ ഞങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട്. അതെ, അല്ലെങ്കിൽ പോയിക്കോ. പോയിക്കോ പോയിക്കോ. ഇന്നിപ്പോ ഒരു 500 ചില്ലറ ഉണ്ടാവില്ലേ? അടവൊന്നും ഇവിടെ എടുക്കണ്ട. എന്താ ചെയ്യ, ഒരു 50 ഉറുപ്പിക ഒന്ന് ഒരു 10-50 ഉറുപ്പിക പോയിക്കോ. ഭയങ്കര പിസ്കന്മാരാണ്. ആരായിട്ടുള്ള 1-2 ഡിമാൻഡ് വെച്ചതിനാണ് പോകാൻ പറഞ്ഞത്. ഒരു പ്രതിമേനെ ഉണ്ടാക്കിയിട്ട് അതിനെ കല്യാണം കഴിച്ചു കേട്ടില്ല. ലക്ഷണം കേട്ടാ